സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന അസാമാന്യ ശാസ്ത്രപ്രതിഭയെ നമുക്കെല്ലാവർക്കും അറിയാം. യന്ത്രങ്ങൾ ഘടിപ്പിച്ച കസേരയിലായിരുന്നു നമ്മൾ ആ മഹാനായ ശാസ്ത്രജ്ഞനെ കണ്ടത്. ഒരു കൈവിരലും മുഖത്തെ ചെറിയൊരു പേശിയും മാത്രം അനക്കാൻ കഴിയുന്ന അദ്ദേഹം എന്നിട്ടും തിയററ്റിക്കൽ ഫിസിക്സിൻ്റെയും കോസ്മോളജിയുടെയും സങ്കീർണമായ തത്വങ്ങളെ ലോകം മുഴുവൻ പ്രസംഗിച്ച് നടന്നു. തമോഗർത്തങ്ങളെക്കുറിച്ച് വലിയ വലിയ ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിച്ചു. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരു ടൈപ്പിസ്റ്റിനേക്കാളും ലേലം വിളിക്കുന്നയാളെക്കാളും എല്ലാം വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും? അങ്ങനെയൊരു കണ്ടുപിടുത്തമാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ആദ്യമായി ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സാക്ഷാൽ എലോൺ മസ്ക് തൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തത്. മനസ്സിൽ ചിന്തിക്കുന്നതിനനുസരിച്ച് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം നിയന്ത്രിക്കാൻ കഴിയുക. തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ചിപ്പ് വഴി ഇത് സാധ്യമാണ് എന്നാണ് ഒരു വർഷമായി എലോൺ മസ്ക് തൻ്റെ ന്യൂറാലിങ്ക് പരീക്ഷണങ്ങൾ വഴി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ രോഗിയിലും എലോൺ മസ്കിൻ്റെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് സ്റ്റാർട്ടപ്പായ ന്യൂറാലിങ്കിൻ്റെ ചിപ്പ് പരീക്ഷിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ചിപ്പ് ഘടിപ്പിച്ചവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. നോക്കാം ന്യൂറാലിങ്കിൻ്റെ വിശദാംശങ്ങൾ. 2016 ന്യൂറാലിങ്കിൻ്റെ കണ്ടുപിടുത്തം. സർജറി നടത്തി തലയോട്ടി മുറിച്ച് മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ന്യൂറാലിങ്കിൻ്റെ വരവോടെ വെറുമൊരു സയൻസ് ഫിക്ഷൻ മാത്രമല്ലാതായി മാറി. പക്ഷേ മനുഷ്യനിൽ ഇത് പരീക്ഷിക്കാൻ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത് 7 വർഷങ്ങൾക്ക് ശേഷം 2023 മെയ്യിൽ മാത്രമാണ്. 2024 ജനുവരിയിൽ ആദ്യ പരീക്ഷണം നടത്തി. ഒരു ഡൈവിംഗ് ആക്സിഡന്റിൽ വെച്ച് പരിക്കേറ്റ് പക്ഷാഘാതം സംഭവിച്ചു കിടന്ന, കഴുത്തിന് താഴോട്ട് പൂർണ്ണമായി തളർന്നു കിടക്കുന്ന നോളണ്ട് ആർബഫ് എന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിലാണ് ഈ ചിപ്പ് ഘടിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം പരസഹായമില്ലാതെ തന്നെ ന്യൂറാലിങ്ക് ഉപയോഗിച്ച് ചെസ്സും മറ്റു വീഡിയോ ഗെയിമുകളും കളിക്കുകയും പുതിയ ഭാഷകൾ പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അലക്സ് എന്നു പേരുള്ള രണ്ടാമത്തെ വ്യക്തിയിൽ ന്യൂറാലിങ്ക് പരീക്ഷിച്ചത്. സ്പൈനൽ കോഡിന് പരിക്കേറ്റ് കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട അലക്സ് ന്യൂറാലിങ്കിൻ്റെ സഹായത്തോടെ വീഡിയോ ഗെയിമുകൾ കളിക്കുകയും ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് 3D ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുകയും വരെ ചെയ്തു. ഇപ്പോഴിതാ മൂന്നാമത്തെ വ്യക്തിയിലേക്കും ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. ന്യൂറാലിങ്ക് കമ്പനിയുടെ ഈ ചിപ്പ് 5 നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെയുള്ള തീരെ ചെറിയൊരു ഉപകരണമാണ്. തലയോട്ടിയിൽ ദ്വാരമിട്ട് മൈക്രോസ്കോപ്പിക് വയറുകൾ വഴിയാണ് ഇതിനെ ഘടിപ്പിക്കുന്നത്. സങ്കീർണമായ ഈ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്ന രീതിയിൽ റോബോട്ടുകളെയും കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ രോഗിയിൽ ഘടിപ്പിച്ച ചിപ്പിനേക്കാൾ കൂടുതൽ ഇലക്ട്രോഡുകളും മികച്ച ബാൻഡ് വിഡ്ത്തും കൂടിയ ബാറ്ററി ലൈഫുമുള്ള ചിപ്പുകളാണ് ഇപ്പോൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷം 30 പേരിൽ കൂടി ന്യൂറാലിങ്ക് പരീക്ഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നും എലോൺ മസ്ക് പറയുകയുണ്ടായി. നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ പോന്ന പരീക്ഷണങ്ങൾ മുന്നോട്ട് തന്നെയാണ് എന്നർത്ഥം. ഇനി എങ്ങനെയാണ് തലച്ചോറിൽ ഇരുന്നു കൊണ്ട് ഈ ചിപ്പുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ടെലിപ്പതി എന്നാണ് ആദ്യത്തെ പരീക്ഷണത്തിൽ ഘടിപ്പിച്ച ചിപ്പിന് കമ്പനി പേരിട്ടിരുന്നത്. നാണയത്തിൻ്റെ വലിപ്പത്തിലുള്ള ഈ ചിപ്പുകൾക്ക് 2 പാർട്ടുകളാണുള്ളത്. ബാറ്ററിയും ഇലക്ട്രോണിക്സുമുള്ള പുറം ഭാഗമാണ് ഒന്ന്. ഇതാണ് തലയോട്ടിയിൽ ഘടിപ്പിക്കുക. ഈ ഭാഗത്താണ് ബ്ലൂടൂത്ത് ആൻറ്റിനയും ഉണ്ടാവുക. രണ്ടാം ഭാഗം ന്യൂറൽ ലേസ് ആണ്. ആയിരക്കണക്കിന് ഇലക്ട്രോഡുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണിത്. തലയോട്ടിക്കകത്ത് തലച്ചോറിൻ്റെ ഉപരിതലത്തിലാണ് ഇത് ഘടിപ്പിക്കുക. മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് സാധ്യമല്ലാത്ത അത്രയും സൂക്ഷ്മത വേണ്ടതുകൊണ്ടാണ് ഇത് ഘടിപ്പിക്കാനുള്ള സർജറി നടത്താൻ റോബോട്ട് സർജനുകളെ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഡുകളുടെ ഈ കൂട്ടം തലച്ചോറിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികളെ റെക്കോർഡ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ വഴി ഫോൺ, കമ്പ്യൂട്ടർ പോലത്തെ എക്സ്റ്റേണൽ ഡിവൈസുകളിലേക്ക് ട്രാൻസ്മിഷൻ നടത്തും. ഈ ഡിവൈസുകളാണ് രോഗിയുടെ തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഡീകോഡ് ചെയ്യുന്നത്. ഡീകോഡ് ചെയ്ത ശേഷം രോഗിയുടെ ഉദ്ദേശങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സ്ക്രീനിൽ കാണുന്ന ഏതു ഭാഗത്ത് കേഴ്സർ കൊണ്ടുപോകണം, എവിടെ ക്ലിക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞൊടിയിടയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കാനാകും. ആ വ്യക്തി ചിന്തിക്കുമ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന ന്യൂറോൺ പാറ്റേണുകളെ സോഫ്റ്റ്വെയർ തിരിച്ചറിയുകയും അതിനാവശ്യമായ രീതിയിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയും ചെയ്യും.
നിലവിൽ പരീക്ഷണങ്ങൾക്കും ഉപകരണങ്ങൾക്കും ശസ്ത്രക്രിയക്കും ഇൻഷുറൻസുകളും എല്ലാം ചേർന്ന് $50,000 ഒരു ചിപ്പിന് ചെലവ് കണക്കാക്കുന്നത്. പരീക്ഷണത്തിന് വേണ്ടി തന്നെ ഡിസബിലിറ്റി നേരിടുന്നവരെ കമ്പനി ക്ഷണിച്ചപ്പോഴേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അപേക്ഷകളാണ് ന്യൂറാലിങ്കിന് ലഭിച്ചത്. ചലനശേഷി നഷ്ടപ്പെട്ടവർ, മറ്റു സെൻസറി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ സാങ്കേതിക വിദ്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അപസ്മാരമടക്കമുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡറുകൾ പരിഹരിക്കാൻ, പാർക്കിൻസൺ അടക്കമുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ, അങ്ങനെ തുടങ്ങി മെഡിക്കൽ രംഗത്തും വലിയ പരീക്ഷണങ്ങളായിരിക്കും ന്യൂറാലിങ്കിന്റെ ബാക്കി പത്രങ്ങളായി നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. തലച്ചോറിൽ നിന്നും ന്യൂറോണുകളെ വായിച്ചെടുക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചിട്ട് 20 വർഷമാകുന്നു. ഇപ്പോൾ ഒരു ഉപകരണം ഘടിപ്പിച്ച് തത്സമയം ഡിവൈസുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും മനുഷ്യർ വിജയിച്ചിരിക്കുന്നു. എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് പോലെ തന്നെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അഥവാ BCI രംഗത്ത് ഗവേഷണം നടത്തുന്ന വേറെയും അനേകം കമ്പനികളുണ്ട്. 2020 പന്നിയിലും കുരങ്ങിലും ഘടിപ്പിച്ച് പരീക്ഷണം നടത്തിയിട്ടുമുണ്ട്. ചിപ്പിന്റെ സഹായത്തോടെ ഗെയിം കളിക്കുന്ന കുരങ്ങച്ചന്മാരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ ഈ വേഗതകളോടൊപ്പം തന്നെ മനുഷ്യന്റെ തലച്ചോർ പോലും ഹാക്ക് ചെയ്യപ്പെടുന്നു, സ്വകാര്യതാ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി അനേകം വിമർശനങ്ങളും മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്.